ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ഇത് കാണിച്ചു തരാൻ പോവാണ്. ഞാനിന്നൊരു ഫങ്ഷന് പോവാണ്. അപ്പോൾ ഫങ്ഷന് പോകുമ്പോൾ എൻ്റെ ഉമ്മൻ്റെ ഒരു ഇതുണ്ട്. ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ ഫങ്ഷനാണെന്ന് വെച്ചാൽ കല്യാണമാണ് ഫങ്ഷൻ. ഞാൻ വെറുതെ പറയാണ്. അപ്പോൾ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടോക്കാലോ. പെർഫെക്റ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് സംഭവം ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനിപ്പം ഈ ഒരു ഡ്രസ്സ് ഫേവറേറ്റ് ആയിട്ടാണ്. ഗെറ്റ് റെഡി നല്ലൊരു ചെറിയൊരു ഇത്. ഞാൻ അധികം മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടാലോ. കാണാം. കമോൺ. ഓക്കെ, ഈ ഡ്രസ്സ് കുറച്ചേരം കണ്ടോ. ഞാൻ ആ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇട്ടപ്പോൾ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇടണം. ഇടാം. നമുക്ക് ഇടാലോ. 3, 2, 1 സ്റ്റാർട്ട്. കഴിഞ്ഞില്ല. മാജിക് നടത്തിയില്ലാണ് തോന്നുന്നത്. ഒന്നും കൂടെ നോക്കാം. നടന്നില്ല. ഒന്നുകൂടെ നോക്കാം. ഒന്നും കൂടെ തുടങ്ങിയാലോ. അത് നടക്കുന്നില്ല. മാജിക് ഗ്രീൻ കുട്ടിച്ചാട്ടം മതി. സംഭവം റെഡി. ഇനി വരും നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് പോകാം. ഞാനൊരു ഓർഡിനറി ഹെയർ സ്റ്റൈലിങ്ങിനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചീർപ്പെടുത്തുന്നുണ്ട്. ഈ ചീർപ്പച്ച് വാരം തൽക്കാലം ഇത് ഞാൻ വാര്യാണ്. നിറം നോക്കിയിട്ടാണ് വാരുന്നത്. അപ്പോൾ നമുക്ക് വാരണാലും ഞാൻ ഈ ഹെയർ സ്റ്റൈൽ തന്നെ വല്ല മാറ്റമൊന്നും വരുത്താൻ തീരുമാനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് വരല്ലേ. ഇതാ കണ്ടു. ഫസ്റ്റ് ഞാനിതാ ഒന്നുകൂടെ വരയ്ക്കാൻ പോകട്ടോ. ഒന്ന് വേറെ ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയാൽ ഒരു ഹെയർ സ്റ്റൈൽ അത്ര നല്ലതല്ല എന്ന് പറയുന്നത് എനിക്ക് ഡ്രസ്സും തോന്നിയിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ മാറ്റാൻ നോക്കുമോ? നടക്കുന്നൊന്നുമില്ല. ഞാൻ ഇതേ ഹെയർ സ്റ്റൈലിൽ തന്നെ പോകേണ്ടി വരും. എന്തായിരുന്നു ഞാനിത് ഇങ്ങനെ പറഞ്ഞു ഇന്ന് കുട്ടൊക്കെ വെക്കുക. അതിന് ശേഷമായിട്ട് ഇങ്ങനെ ചില ദിവസം ഉണ്ടാവുക. ഓക്കെ, സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അതിങ്ങനെ വേണം. ഓക്കെ, സംഭവം റെഡിട്ടാ. നമ്മുടെ കുഞ്ഞു മുടി വാരിലൊക്കെ സെറ്റ്. ഇത്രയൊക്കെ മുടി വാർന്നാൽ മതി. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം. എന്തേ വേണ്ട ഒന്നും കൂടെ വാർന്നേക്കല്ലേ. എന്തൊരു ജോലി ഇത്. പേരൊക്കെ മാറ്റാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് കമൻറ്റിൽ ഇടണേ. നല്ല സംഭവമാണ്. പേരൊക്കെ ചുവന്നിട്ട് ഒരു കാര്യമില്ല. ചീർപ്പടക്കം വെച്ച് ചുടേണ്ടി. സോ മുടി വാരുന്നതിലൊക്കെ നമ്മൾ അടുത്ത മേക്കപ്പിലേക്ക് പോകാം. സോ നെക്സ്റ്റ് മേക്കപ്പ്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ വേണ്ടി. എന്താണ് ഫൈനൽ ലുക്കിൻ്റെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ക്രീമിലേക്ക് പോകാൻ കേട്ടോ. സോ മേക്കപ്പിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ക്രീമാണ്. അപ്പോൾ നമുക്കൊരു ക്രീം ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ തേക്കാൻ പോണ ക്രീമും മറിയത്തിൻ്റെ ബോഡി ലോഷനാണ്. ഞാൻ ഫേസിൽ തേക്കാറുണ്ട്. കുഴപ്പമില്ല. നമുക്ക് തേക്കാം. 2 പൾപ്പ് എടുക്കുന്നുണ്ട്. 2 എടുക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ ഇങ്ങനെ കുറച്ച് പല സ്ഥലങ്ങളിൽ ഡോട്ടൊക്കെ ചെയ്ത് കൂടിപ്പോയിട്ടാ സാധാരണ ഒന്നും എടുക്കാറുള്ളൂ. ഞാൻ വിചാരിച്ചു വീട് എടുക്കുമ്പോൾ 2 എടുക്കാറില്ല. കുഴപ്പമൊന്നുണ്ട്. ഒരു സെറ്റേട്ടാ. ഒന്ന് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അതാണ് ഞാൻ 2 എടുത്തപ്പോൾ അത് ഓവറായി. ഞാൻ ക്രീമാക്കുമ്പോൾ മെയിൻ സംഭവമാണ് ഇവിടെ ഇങ്ങനെ ചെറിയ വരും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
യെസ്, എന്നാലും ഫൗണ്ടേഷൻ സോഴ്സ് തേക്കാൻ നമ്മുടെ മറിയം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് ആയാലും വെറുതെ പറഞ്ഞാൽ ഇപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും തേക്കില്ല. ഇനി ഈ സംഭവം കൂടെ ഉണ്ട്. ഇനി ഇതൊന്നും പറയാം, കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. ഐ ഷാഡോ ഇല്ല കേട്ടോ, ലിപ്സ്റ്റിക്കാണ്. ഗ്രീൻ കുടിച്ചാത്ത ലിപ്സ്റ്റിക്. ഞാനത് ഐ ഷാഡോ എടുക്കട്ടെ. ഐ ഷാഡോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതാ കിടക്കുന്നത്. ഈ ഐ ഷാഡോ കൂട്ടപ്പോൾ കുറേ ആയി. എന്തായാലും ഞാൻ ഐ ഷാഡോ എടുത്ത് വേറെ ഐ ഷാഡോ എടുത്ത് അങ്ങനെ അടിക്കുക. കൂടിപ്പോയൊന്നുമില്ല, വിഷമില്ല. കണ്ണുപൂട്ടിതാ കണ്ണിൽ ഓരോരോ ഒഴിച്ചെടുത്തു, ഇപ്പോഴത്തെ ഓരോരോ ഒഴിച്ചെടുത്തു. ഞാൻ ഐശ്വര്യൻ്റെ മറ്റേ സംഭവം കൊണ്ടിരുന്നു ഭയങ്കര പണിയിട്ട്. അതാണ് ഞാൻ ഇത് വെച്ചിട്ടാണ് ഐശ്വര്യ ഇടാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരിയായി വരാൻ ഇച്ചിരി പണിയാകുന്നതായിരുന്നു അമ്മ പറഞ്ഞത്. ഞാനിങ്ങനെ സെറ്റാക്കി ഐഷാഡോ സെറ്റായി. ഐഷാഡോ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഐഷാഡോ കാണുന്നുണ്ടോ ചൂടിട്ട് വെറുതെ പറഞ്ഞാൽ ഞാൻ ഐഷാഡോ ഇനി ഇടും. അതെ, ഐഷാഡോ ഭയങ്കര സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. ഇതുകൂടെ സ്പ്രെഡ് ചെയ്താൽ മതി, പെർഫെക്റ്റും. ഞാൻ ഇച്ചിരി കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷ് എടുക്കട്ടെ. ബ്ലഷ് അടിച്ച് ഇടാം. മേക്കപ്പ് ഫോം ചെയ്താണ്. എല്ലാം വേണം. ഒരു വര ഇവിടെ ഇടുക, ഒരു വര ഇവിടെ ഇടുക. ഇച്ചിരി കൂടെ വേണം. ഒന്നിനും മേക്കപ്പിൻ്റെ ആവശ്യമില്ല. വേറെ ലിപ്സ്റ്റിക്കും ഐഷാഡോ ഉണ്ടെങ്കിൽ സംഭവം ചെയ്യും. ഇവിടെ വെച്ചിട്ടില്ല സംഭവം സെറ്റ്. ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാം. എന്തത് പത്ത് പറഞ്ഞു പോലെ ആയിട്ട് കൂടിപ്പോയ ഗൈസ്, കൂടിപ്പോയി തോന്നില്ലേ? കുഴപ്പമില്ല. സോ അപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരുപോലെ സ്റ്റെപ്പായിരിക്കും. മാല, വള, മറ്റേത് കിട്ടിയത് ഫങ്ഷനോ നല്ല ഇതൊക്കെ വേണ്ടേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് മാല, വള, തലയിൽ എന്തെങ്കിലും വേണ്ടേ അതൊക്കെ ഇടാം. ഞാൻ എടുത്തുതരാം. ഓക്കെ, എടുക്കൊന്നും വേണ്ട. എൻ്റെ ഈ ബാഗിലുണ്ട് മൊത്തം ഞാൻ കൊണ്ടുവച്ചിട്ട്. അതിനാണ് ഞാനിതാ ലിപ്സ്റ്റിക് എടുത്തു, മറ്റേതെടുത്തു, സ്റ്റേജെടുത്തു, എല്ലാം എടുത്തു. ഈ സംഭവം മറന്നുപോയി. നമ്മുടെ മെയിൻ സംഭവം ബാഗിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. എന്താണെന്നറിയാം, സ്പ്രേ ഫ്രം Bath and Body Works 1000 Wishes. Okay, ഇട്ടിട്ടുണ്ട്. സ്പ്രേ കഴിഞ്ഞു. സ്പ്രേ സ്റ്റെപ്പ് ഫിനിഷ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വള, കൊലകൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് മാല. എന്താ സംഭവം? പക്ഷേ കമ്മലിടാൻ പറ്റില്ല, ശരി വയ്ക്കും. ഞാനിത് പൊടിയാണ് ഇവിടെ എഴുതിയല്ലോ. പുഷ്, അപ്പം നമ്മൾ പുഷ് ചെയ്യണം. ഇത് പുഷ് സംഭവം കിട്ടിയിട്ടുണ്ട്. മാല എടുത്തിട്ട് ഇതെന്താ മാലയിൽ കുഞ്ഞ് ബട്ടറും ഗ്ലിറ്ററും ഒക്കെ ഉണ്ട്. ബട്ടറിൻ്റെ ഫ്ലൈ
നമ്മൾ മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാല ഇട്ടപ്പുള്ള ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബൈ ബൈ, സീ യു.